അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. എൻ്റെ പ്രയാസമല്ല നിങ്ങളുടേത്, നിങ്ങളുടെ പ്രയാസമല്ല എൻ്റേത്. എന്നാലും അതിലൊന്നും സങ്കടപ്പെട്ടിരിക്കാതെ നമുക്കൊരു പ്രയാസം തരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള പരിഹാര മാർഗവും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം മനോഹരമാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതുന്നത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് കണ്ണെഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു എന്നോട് ചോദിച്ചു, എന്താണ് ഊര പൊന്തിയിട്ടില്ലെങ്കിലും എന്താണ് ഒരുക്കുന്നത്. പക്ഷെ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായി. ഞാൻ പിന്നെ കുറേ കാലം ഞാൻ കണ്ണെഴുതാതിരുന്നു. അത്രയും വർഷം എനിക്ക് പോയി എന്നല്ലാതെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിന് മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടങ്ങളിൽ ജീവിക്കുക. അതുപോലെ തന്നെ കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോവിഡ് വന്ന സമയത്ത് എനിക്ക് ആ ഒരു ഭ്രാന്ത് മനസ്സിലേക്ക് വന്നു. അതിനുശേഷം വലിയൊരു കുപ്പിവള ശേഖരണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴും ഞാൻ ഇടുമ്പോൾ വിചാരിക്കുക, ആളുകൾ എന്താ ഇപ്പോൾ വിചാരിക്കുക അതൊക്കെ ഇടുമ്പോൾ. പിന്നെ വിചാരിച്ചു, എന്താ ആൾക്കാരെന്തെങ്കിലും വിചാരിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ, ഇതെൻ്റെ ജീവിതമല്ലേ, ഇതെൻ്റെ ഇഷ്ടമല്ലേ. അതാണ് നമ്മുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ ജീവിക്കുക. അത് മറ്റുള്ളവർക്ക് നമ്മൾ പ്രചോദനമായിക്കൊണ്ട്, മറ്റുള്ളവർക്ക് സഹായമായിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ ഷബ്ന എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഷബ്നയെ സംബന്ധിച്ചിടത്തോളം, ഷബ്ന നടന്നു പോകുന്നൊരു വഴി, അതൊക്കെ പ്രചോദനങ്ങളാണ്. നമുക്കൊരോട് ഇൻസ്പിറേഷൻ ഉണ്ടാവണം, ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്യപ്പെടണം. നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ ചില ആളുകൾ വേണം, നമ്മൾ കുറേ ആൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കണം. അത് രണ്ടുമാണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുമ്പോഴേ നമ്മൾ ആ ഇൻസ്പിറേഷൻ കൊണ്ട് മാറുള്ളൂ. ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സംതൃപ്തി നാം കണ്ടെത്തണം. എന്താണ് എൻ്റെ ഇഷ്ടം, അത് ഞാൻ കണ്ടെത്തണം. ആ ഇഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ ശീലിക്കണം. ഞാൻ വിനയും കുട്ടികളെ കുറിച്ച് പറയാം. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഒരിക്കലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ വാപ്പയോ ഉമ്മയോ നിങ്ങളുടെ അധ്യാപകരോ അല്ല നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നും എന്താണ് ആയിത്തീരേണ്ടതെന്നും തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ മാത്രമാണ്. കാരണം ഒരു കുട്ടി പഠിക്കുന്നത്, ഇപ്പോൾ ജോലി ചെയ്യുന്നത്, ഞാൻ പലപ്പോഴും പറയും, ഈ ചില സർക്കാർ ഓഫീസുകളിൽ പോയാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഉണ്ടാവും ചിലപ്പോൾ. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഇപ്പോൾ കുറേയൊക്കെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. ഒരു നോക്കുന്ന ആ ഫയലിൻ്റെ മേലെ നിന്ന് ഒരിക്കലും കണ്ണെടുത്ത് പോലും മുമ്പിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കാത്ത എത്രയോ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ? അവർക്ക് എന്താ ഒന്ന് കണ്ണ് മേലേക്ക് നോക്കിയാൽ എന്താ കുഴപ്പം? ഇത് നോക്കൂല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത്, ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത പണിയാണ് അവരിപ്പോൾ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് പ്രശ്നം. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എടുത്താൽ അത് വളരെ ആവേശത്തോടെ എടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും നല്ല ആവേശത്തോടെ ഈ പണി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമുക്കിഷ്ടമുള്ള ജോലികൾ, നമുക്കിഷ്ടമുള്ള മേഖല കണ്ടെത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ചില ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ, ഓഫ് ഈ പണി കൊണ്ട് കുടുങ്ങിയ മനുഷ്യൻ. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ഈ ജോലി നമ്മൾ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ എടുക്കണം. ഒരു ചെറിയ ജീവിതമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് ഓരോ നിമിഷവും നാം ഉപയോഗപ്പെടുത്തുക. ജീവിതം എന്ന് പറയുന്ന, യാത്ര എന്ന് പറയുന്ന വളരെ ചെറിയൊരു സ്പാൻ ഓഫ് ടൈം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. എല്ലാവർക്കും കുഞ്ഞു ജീവിതങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ 90 വയസ്സായ ആളോട് ചോദിച്ചാലും അയാൾ പറയും, എത്ര വേഗമാണ് ഇത് തീർന്നു പോയത്. അപ്പം അങ്ങനെ വേഗം തീർന്നു പോകുന്ന ഒരു കാലത്തിന് മുമ്പിൽ നമ്മളിങ്ങനെ അതിശയിച്ച് നിൽക്കാതെ ആ കാലത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നാം വളരെ ഗംഭീരമായി ഉപയോഗപ്പെടുത്തുക.